സർക്കാർ പ്രതികാര നടപടിയിലേക്ക് പോയാൽ സർക്കാരിന് ഒരുപാട് ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ എതിർപ്പുണ്ടാവേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും പ്രതികാര നടപടിയിലേക്ക് പോകത്തില്ല. പിന്നെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഈ സത്യം പറയുന്നവനെ എതിർചേരിയായിട്ട് കണക്കാക്കി അവൻ തൊട്ടുകൂടാത്തവനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമൊന്നും അല്ല ഇപ്പോൾ. അതാദ്യം മനസ്സിലാക്കണം. അവിടുത്തെ എന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവിടെ HDS മെമ്പറാക്കിയിരിക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുള്ളത് സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, നിലപാടുള്ളതായിരിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നത്. അത് സർക്കാരിനോ മന്ത്രിക്കോ പാർട്ടിക്കോ ഒന്നും എതിരല്ല. സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇടതു സഹയാത്രികനായിരുന്ന ഈ ഡോക്ടർ സത്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തലോടി അപ്രിഷ്യേറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൂടെ കൊണ്ട് നടന്നല്ലോ. അതിനുശേഷം ഷേക്സ്പിയറിൻ്റെ ഒതല്ലോ എന്ന് പറയുന്ന നാടകത്തിലെ രാജാവിനെതിരെ പ്രസംഗിച്ചുകൊണ്ടമല്ലയോ ഇപ്പം നടക്കുന്നത്. അദ്ദേഹത്തെ നല്ലതായി ചിത്രീകരിച്ച് അദ്ദേഹം നല്ലതാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുകയല്ലേ. എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പ്, അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അവിടെ നടന്ന സംഭവങ്ങൾ ഇതിനും അപ്പുറവുമാണ്. അവിടെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും ഇതിനപ്പുറമാണ്. അതുകൊണ്ട് അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി അവിടെ എന്തെല്ലാം ഉപകരണങ്ങൾ ആരൊക്കെയാണ് കൊടുക്കേണ്ടത്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, കമ്മീഷൻ വാങ്ങുന്ന ആരാണ്, കമ്മീഷൻ എവിടെ നിന്ന് കിട്ടുന്നു, കമ്മീഷൻ ഇല്ലാത്ത ഉപകരണങ്ങൾ എത്ര മേടിക്കുന്നു, ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണം. HDSന്റെ സാമ്പത്തിക പരിമിതി അടക്കമുള്ളവ അവസാനിപ്പിക്കണം, കൂടുതൽ പർച്ചേസിംഗ് സ്വാതന്ത്ര്യം നൽകണമെന്ന് അടക്കമുള്ള നല്ല നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. അതിനൊപ്പം തന്നെ ഡോക്ടർ ഹാരിസ് ചെറക്കലിനെതിരായ നടപടി സർക്കാർ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ട്. നമുക്കറിയാവുന്നതാണ്, സാധാരണ ഒരു ഡോക്ടർ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ആശങ്കയല്ല ഈ വിഷയത്തിൽ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. അത് അദ്ദേഹത്തെ ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ടതാണ്. അതിനനുസരിച്ചുള്ള നടപടി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് പൊതു താല്പര്യം.